ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് വയ്യായികയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീഡിയോ ഇടാത്തത്. അപ്പോൾ ഇടണമെന്ന് പിന്നീട് വിചാരിക്കുമെങ്കിലും അങ്ങോട്ട് എന്തോ ഒരു മടി വരുന്നത് പോലെ തോന്നി. അങ്ങനെയാണ് നീണ്ടു പോയത്. ഇന്ന് എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. എന്നിട്ട് അതിലും പണി കിട്ടിയായിരുന്നു. ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ബെൽറ്റ് പൊട്ടി, സൂചി ഒരു 5-6 ഒടിയുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ട് ഇന്ന് എങ്ങനെയെങ്കിലും ഇത് ഒരു വീഡിയോ എങ്കിലും ചെയ്തിട്ടേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇന്ന് ഞാൻ എന്ത് ചെയ്തത് വീഡിയോ ചെയ്യാതിരുന്നത്. ഇത് ഇന്ന് ചെയ്തെടുക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ഇതാണ്. അതായത് ഫുൾ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ട് ഔട്ട്ലൈൻ മാത്രം ഒന്ന് കട്ടിക്കൂട്ടി ചെയ്ത് സെൻറ്ററിലും ഒന്ന് കട്ടിക്കൂട്ടി ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ലീഫിലും എല്ലാം ഇതുപോലെയാണ് ചെയ്യുന്നത്. സ്റ്റെമ്മ് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്താണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള വർക്കാണ്. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വർക്കാണ്. അപ്പോൾ എന്തായാലും ഇന്ന് എന്തെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള വർക്ക് ചെയ്യണമല്ലോ എന്ന് കരുതി ഈ വർക്ക് തന്നെ എടുത്ത് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ഇടുന്ന ആ ഫ്ലോയിൽ വീഡിയോ ഇട്ട് എപ്പോഴെങ്കിലും ഒന്ന് നിന്ന് പോയാൽ പിന്നെ ഇത്തിരി പാടായിരിക്കും. ജസ്റ്റ് അടുത്ത് ഒന്ന് വീഡിയോ ഒന്ന് സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട്. വയ്യായിക ഒരു കാരണമാണെങ്കിലും വയ്യായികയ്ക്ക് ഉപരിയായി മടിയും മറ്റൊരു കാരണമാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ മടിയെല്ലാം തീർത്തിട്ട് അടുത്ത് നമ്മൾ വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ സിമ്പിളായിട്ടുള്ള ഒരു വർക്ക് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇതിലും എനിക്ക് പണി കിട്ടി. ഈ ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോഴത്തേക്ക് എൻ്റെ നീഡിൽ എൻ്റെ കയ്യിൽ വാങ്ങിയതും കൂടെ തീർന്നായിരുന്നു. അപ്പോൾ ഇനി അടുത്ത് വാങ്ങിയാലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് എവിടം വരെയാണോ സ്റ്റിച്ച് ചെയ്തെത്തുന്നത് അവിടെ വെച്ച് നിർത്തുകയാണ് ചെയ്തത്. കാരണം ഇത് പൂർത്തിയാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. പിന്നെ ഈ വീഡിയോ ഇടാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അടുത്തൊരു മടിയാവും. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഇനി നാളെ നീഡിൽ വാങ്ങിച്ചിട്ട് അപ്പോഴും നമുക്ക് അടുത്ത വീഡിയോ എടുക്കാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇന്ന് എന്തായാലും എത്ര വരെ പോകുന്നതെന്ന് നോക്കിയിട്ട് അതുവരെ തന്നെ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടത്. അപ്പോൾ ഇത് ഈ സ്റ്റിച്ച് എല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഞാൻ സംസാരിച്ച് പോകുന്നത്. പ്രത്യേകിച്ച് ഇതിലൊന്നുമില്ല. നമ്മൾ മുമ്പ് ഫസ്റ്റൊക്കെ പഠിച്ചതുപോലെ തന്നെ വെറും റണ്ണിങ് സ്റ്റിച്ചും നമ്മുടെ സാറ്റൻ സ്റ്റിച്ചും തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് വിവരിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചുമ്മാ ഒന്ന് നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ പഴയ വീഡിയോസിലൊക്കെ വീണ്ടും മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. അതായത് ഈ മെഷീൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. മെഷീനെക്കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് 2 വീഡിയോ എന്തോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഞാൻ പറയുന്നത് ബോറടിക്കുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, സ്കിപ്പ് ചെയ്തിട്ട് പോവുക. അതുപോലെ തന്നെ അടുത്ത പ്ലാനിങ്ങിലുള്ള കാര്യമാണ് നമ്മുടെ ചുരിദാറും സാരിയൊക്കെ ഒന്ന് നമ്മുടെ അതായത് ആരി വർക്കും അതുപോലെ തന്നെ നമ്മുടെ മിഷൻ വർക്കും എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചുരിദാറും സാരിയൊക്കെ ഒന്ന് റെഡിയാക്കണം. നമുക്ക് സെയിലിനായിട്ട് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നാളായിട്ട് സ്റ്റിച്ചിങ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ സെയിലിങ്ങിനായിട്ട് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ പൊടിതട്ടി എടുക്കണം എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ 2026 ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അതെന്തായാലും നടപ്പിലാക്കണം. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇന്നത്തെ ദിവസത്തിൽ സ്റ്റിച്ചിങ്ങിൻ്റേത് ഈ നൂല് പൊട്ടലും നൂല് കുരുങ്ങലും അതുപോലെ തന്നെ ബെൽറ്റ് പൊട്ടലും അതുപോലെ തന്നെ ഒരു 5-6 സൂചി ഓടിയലുമായിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. കണ്ടോ, ഇതും പൂർത്തിയാക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇതോടെ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.